നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. NH-66 കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികളുടെ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉടനടി ലഭ്യമാകാൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കും. NK പ്രേമചന്ദ്രൻ MP. വ്യാപാരികളുടെ യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ UMC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NHAI കാവനാട് വടക്കേവിള ഡിവിഷൻ കേന്ദ്രീകരിച്ച് സമരപ്രഖ്യാപന കൺവെൻഷൻ കൊല്ലം ഐത്തിൽ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഹാളിൽ UMC കൊല്ലം ജില്ലാ പ്രസിഡന്റ് നിജാം ബഷിയുടെ അധ്യക്ഷതയിൽ നടന്നു. നാഷണൽ ഹൈവേ 66 കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും നഷ്ടപരിഹാരവും പുനരധിവാസ പാക്കേജും എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക. ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായതിനാൽ ഹൈവേ സൈഡിൽ പ്രവർത്തിക്കുന്ന ഒരു കടകളിലും കച്ചവടം നടക്കുന്നില്ല. ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകുക. തൊഴിൽദാതാവായ വ്യാപാരികളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന തൊഴിൽ കരമെന്ന തീവെട്ടിക്കൊള്ള നിർത്തലാക്കുക. വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഫീസ് കുറഞ്ഞ നിരക്കിൽ നിജപ്പെടുത്തുക. വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഫീസ് യഥാസമയം അടയ്ക്കാൻ കഴിയാതെ വന്നാൽ ഈടാക്കുന്ന പിഴപ്പലിശ, ലേറ്റ് ഫീസ് എന്നീ പകൽക്കൊള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവസാനിപ്പിക്കുക. ഗവൺമെൻറ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ ഹോട്ടൽ, ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും പരിശോധന എന്ന പേരിൽ നടത്തുന്ന ക്രൂര വിനോദങ്ങൾ അവസാനിപ്പിക്കുക. ഹരിതകർമ്മ സേനയുടെ പേരിൽ നടത്തുന്ന പകൽക്കൊള്ള അവസാനിപ്പിക്കുക. ഇടത്തരം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കൊമേഴ്സ്യൽ പർപ്പസ് എന്ന ഓമനപ്പേരിൽ KCB ഈടാക്കുന്ന വൻ കറണ്ട് ചാർജ്, നമ്മൾ വില കൊടുത്തു വാങ്ങുന്ന മീറ്ററിന് വാടകയും കറണ്ട് ചാർജ് കൂടാതെ വിവിധ സെസ്, സർചാർജ് എന്നിവ പുനഃപരിശോധിക്കുക. ചെറുകിട വ്യാപാരികളെ സഹായിക്കുന്നതിനായി പലിശരഹിത വായ്പ നൽകുവാൻ ബാങ്കുകൾക്ക് അനുമതി നൽകുക. പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന തരത്തിലുള്ള അശാസ്ത്രീയ ഹൈവേ നിർമ്മാണം പുനഃക്രമീകരിച്ച് ആദ്യമായി സർവീസ് റോഡുകളുടെയും ഓടകളുടെയും പണി പൂർത്തീകരിച്ച് സഞ്ചാരി യോഗ്യമാക്കുക. വൻ കോർപ്പറേറ്റുകൾ ചെറുകിട ഇടത്തരം വ്യാപാര മേഖലയെ തകർക്കുവാൻ നടത്തുന്ന ഓൺലൈൻ വ്യാപാരത്തെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരപ്രഖ്യാപന കൺവെൻഷനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിക്കുന്ന ഭീമഹർജി ഒപ്പുശേഖരണ പരിപാടിയിലും ജില്ലയിലെ വ്യാപാരി സുഹൃത്തുക്കളും അനുബന്ധ തൊഴിലാളികളും പങ്കെടുത്തു. കൊല്ലം MP NK പ്രേമചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റും നിയമസഭയും നിയമങ്ങൾ പാസാക്കുന്നത് രാജ്യത്തിന്റെ സാമൂഹ്യ ആവശ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നിയമനിർമ്മാണം നടത്തുന്നത്. അപ്പൊ എല്ലാ പ്രോസും കോൺസും അല്ലെങ്കിൽ അതിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും മനസ്സിലാക്കി പാർലമെന്റും നിയമസഭയും ഒക്കെ ഒരു നിയമം നിർമ്മിക്കുന്നത് അതിന്റെ സ്പിരിറ്റ്, ലെറ്റർ ആൻഡ് സ്പിരിറ്റ് അനുസരിച്ച് അതിന്റെ വാക്കിനും അതിന്റെ ആത്മാവും മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പലപ്പോഴും പാർലമെന്റും നിയമസഭയും പാസ്സാക്കുക നിയമങ്ങൾ അതിന്റെ സ്പിരിറ്റ് അനുസരിച്ച് നടപ്പാക്കാൻ, അതിന്റെ അന്തസത്ത എന്തെന്ന് മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ നമ്മുടെ ഭരണ സംവിധാനം പരിശ്രമിക്കുന്നില്ല എന്ന പരിതാപകരമായ അവസ്ഥയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് നിങ്ങൾ ഈ കൺവെൻഷൻ ചേരുന്നത്. കാരണം നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള ദേശീയമായ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ 1950കളിൽ നിലവിലുണ്ടായിരുന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമം, ആ നിയമത്തെ മാറ്റി 2013 വളരെ ട്രാൻസ്പെറന്റ് ആയി ഫെയർ കോമ്പൻസേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് പൊതുവെ പുരോഗമനാശയക്കാരനായിട്ടുള്ള സോഷ്യലിസ്റ്റ് വീക്ഷണമുള്ള ശ്രീ ജയറാം രമേശ് അവതരിപ്പിച്ച, എന്റെ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ പാർലമെന്ററി ചരിത്രത്തിൽ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ലെജിസ്ലേഷൻ ആയിരുന്നു, നിയമനിർമ്മാണമായിരുന്നു 2013 ട്രാൻസ്പെറൻസിയോടുകൂടി പൊതു ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ന്യായമായ നീതിയുക്തമായ നഷ്ടപരിഹാരത്തുക നൽകാൻ വേണ്ടിയിട്ടുള്ള 2013 നിയമനിർമ്മാണം. UMC കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആസ്റ്റിൻ ബെന്നൻ സ്വാഗതം ആശംസിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ S. കല്ലേരി ഭാഗം സെമിനാർ ഉദ്ഘാടനം ചെയ്തു.
കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐത്ത് അൻസർ മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അഡ്വക്കേറ്റ് സുനിൽ നാരായണൻ, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, സാമൂഹ്യ പ്രവർത്തകനും ഡെയിലി ന്യൂസ് മീഡിയ ചീഫ് ഷിബു റാവുത്തർ, UMC ഭാരവാഹികളായ കൊല്ലം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് M. സിദ്ദീഖ് മണ്ണാൻ്റെയം, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് റൂഷ P. കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് H. സലീം, ജില്ലാ സെക്രട്ടറി MP ഫൗസിയ തേവലക്കര, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ ശംസുദ്ദീൻ വെളുത്തമണൽ, ബാബുക്കുട്ടൻ പിള്ള, കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി H. സുധീർ കാട്ടിൽ തറയിൽ, കരുനാഗപ്പള്ളി താലൂക്ക് ട്രഷറർ ഷറഫുദ്ദീൻ നിബ്രാസ്, കരുനാഗപ്പള്ളി താലൂക്ക് വൈസ് പ്രസിഡന്റ് അഹിനസ്, അയത്തിൽ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി നഹാസ് എന്നിവർ സംസാരിച്ചു. UMC ജില്ലാ ചീഫ് കോർഡിനേറ്റർ S. രാജു നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.